നമസ്കാരം. ശ്രേഷ്ഠമായ ജീവിത ദർശനങ്ങൾ കണി കണ്ടുണരുവാൻ ജ്ഞാനാമൃതധാര ഇതാ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ. ഏവർക്കും ജ്ഞാനാമൃതധാരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളാണ് ജീവിതത്തിന്റെ ആധാരം. സങ്കല്പങ്ങൾ ദുഷിച്ചാൽ ജീവിതം അർത്ഥശൂന്യമാകും. സങ്കല്പങ്ങൾ ശ്രേഷ്ഠമുള്ളതായാലോ ജീവിതത്തിലെ ഓരോ നിമിഷവും ധന്യവുമാകും. ശാന്തവും ശക്തവുമായ ചിന്തകൾ ക്രിയാത്മകമായ വ്യക്തിയെ വാർത്തെടുക്കുന്നു. മഹാത്മാക്കളുടെ ജീവിത വിജയത്തിനായി അവർ ഉപയോഗിച്ച ഒരേയൊരു ആയുധവും ശുഭചിന്തകൾ തന്നെയായിരുന്നു. ഇന്നത്തെ ജ്ഞാനരത്നങ്ങളിൽ നിന്ന് ശുഭചിന്തനങ്ങളുടെ നറുമണം പരത്തുവാൻ നമുക്കും പഠിക്കാം. ഓം ശാന്തി. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് മരുന്നും മന്ത്രവും എന്ന് പറയാറുണ്ട്. അതായത് മരുന്നും വേണം ശരീരത്തിന്. നമുക്ക് അസുഖം വരുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ കാര്യാർത്ഥം നമുക്ക് മരുന്ന് ഉപയോഗിക്കേണ്ടടുത്ത് മരുന്ന് ഉപയോഗിക്കണം. പക്ഷെ ഒപ്പം തന്നെ മന്ത്രം വേണമെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? മരുന്നും മന്ത്രവും. മെഡിസിൻ നമുക്കറിയാം, പക്ഷെ മന്ത്രാർത്ഥം പ്രാർത്ഥന, പ്രാർത്ഥനാർത്ഥം പോസിറ്റീവ് തോട്ട്. പോസിറ്റീവായിട്ടുള്ള സങ്കല്പങ്ങൾ, സകാരാത്മകമായ ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ പവർഫുൾ തോട്ടാണ്. ശുദ്ധമായ ശുഭമായ ശക്തിശാലി സങ്കല്പങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനകളെന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരീരത്തിന് അസുഖം വന്നു, അതിന്റെ ട്രീറ്റ്മെന്റിന് മരുന്നിനോടൊപ്പം നമുക്ക് എന്തും വേണം? മന്ത്രവും വേണം. അർത്ഥം ശുഭവിചാരങ്ങളും കൂടി വേണം. അപ്പോഴേ അത് വേഗം സുഖപ്പെടുള്ളൂ, അല്ലേ? അല്ലാതെ എനിക്ക് അസുഖാണേ 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 എന്ന് വിചാരിച്ചിരിക്കുന്നിടത്തോളം നമ്മുടെ അസുഖം മാറില്ല. അത് മാത്രമല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ, കലിയുഗത്തിന്റെ ഈ കാലഘട്ടത്തില് നമുക്ക് ആരുടെ മേലെ വിശ്വാസമില്ല? ഡോക്ടറുടെ മേലെയും ഫെയ്ത്ത് ഇല്ല, മരുന്നിന്റെ മേലെയും ഫെയ്ത്ത് ഇല്ല, അല്ലേ? ആരുടെ മേലും വിശ്വാസം ഇല്ലാത്ത കാരണം അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ വരണത്. ഡോക്ടേഴ്സ് ചെയ്തിട്ടുള്ള അക്രമങ്ങൾ, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു, എവിടെയെങ്കിലും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്ത തെറ്റുകളാണ് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഇനി എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുമോ? ഓപ്പറേഷന് വിധേയമാകാൻ എല്ലാവർക്കും ഭയമാണ്. ഇപ്പോൾ മരുന്നുകൾ കഴിക്കാൻ അതിനേക്കാളും പേടിയാണ്, അല്ലേ? അപ്പോൾ ഒരു ഡോക്ടറിലും വിശ്വാസമില്ല, മരുന്നിലും വിശ്വാസമില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ട് പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നല്ലോ, ഒരു ഡോക്ടറിന്റെ മേലെ ഫെയ്ത്ത് വേണം, അപ്പോഴും മാത്രമേ അദ്ദേഹം തരുന്ന മരുന്ന് നമുക്ക് ഫലിക്കുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഡോക്ടറുടെ മേലെ വിശ്വാസാർത്ഥം എന്താണ്? ആ ഒരു പോസിറ്റീവ് തോട്ട്, ആ പോസിറ്റീവ് സങ്കല്പങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തരാൻ പറ്റും. ബാക്കി നമ്മൾ സംശയബുദ്ധിയോട് ഏത് കാര്യത്തെ അപ്രോച്ച് ചെയ്യണോ, നമ്മുടെ ഉള്ളിൽ ആ നെഗറ്റീവ് ചിന്താഗതികൾ, നെഗറ്റീവ് അപ്രോച്ച് നമുക്ക് നെഗറ്റീവ് റിസൾട്ട് എപ്പോഴും തരുള്ളൂ. അല്ലാതെ നമുക്കൊരു നെഗറ്റീവ് തോട്ടോടുകൂടി, ഒരു നെഗറ്റീവായ അപ്രോച്ചിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ അപ്രോച്ച് പോസിറ്റീവായിരിക്കണം. അതായത് അല്ലാതെ ഒരു നെഗറ്റീവ് അപ്രോച്ചിലൂടെ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് നിയമമല്ലല്ലോ, അല്ലേ? അപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അതാണ് നമ്മൾ കൊയ്തെടുക്കുക. അപ്പൊ ശുദ്ധമായത് ശുഭമായത് ശ്രേഷ്ഠമായത് വിതച്ചാലേ പോസിറ്റീവിന്റെ വിതയെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരുള്ളൂ. അല്ലാതെ നെഗറ്റീവ് വിതച്ച് നമുക്ക് പോസിറ്റീവ് കൊയ്തെടുക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആദ്യം ജീവിതത്തിൽ നമുക്ക് ആദ്യം ഉയരണം, അല്ലെങ്കിൽ ഉയർച്ച, ലൈഫിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളെ പ്രതി പോസിറ്റീവ് തോട്ട് വേണം.
ഫസ്റ്റ് നമുക്ക് വേണ്ടത് ശുഭചിന്ത നമുക്ക് നമ്മളെ പ്രതിയാണ്. നമുക്ക് നമ്മളെ പ്രതി എത്രത്തോളം ശുഭചിന്തയുണ്ടോ അത്രമാത്രമേ നമ്മുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകുള്ളൂ. സാധാരണ പറയില്ലേ, ആത്മവിശ്വാസം വേണം, സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസാർത്ഥം ഞാൻ ആത്മാവാണെന്നുള്ള വിശ്വാസം. അല്ലാതെ ഞാൻ ഈ ശരീരമാണെന്നുള്ള വിശ്വാസത്തിൽ ഇരുന്ന് നമുക്ക് പോസിറ്റീവ് തോട്ട് വരില്ല. ഞാൻ ആത്മാവാണെന്നുള്ള വിശ്വാസം ഫസ്റ്റ് വരണം. അതൊരു വെറും വിശ്വാസമല്ല, ഒരു ബിലീഫ് അല്ല. യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധമാണ് മിഥ്യാബോധം. ഞാൻ ആത്മാവാണെന്നുള്ള വിശ്വാസം വരുമ്പോൾ ആ സെൽഫ് കോൺഫിഡൻസ് ആണ് നമുക്ക് ബാക്കി വിശ്വാസങ്ങൾ കൊണ്ടുതരണം. അപ്പൊ ഞാൻ ആത്മാവാണെന്നുള്ള വിശ്വാസം വരുമ്പോൾ എൻ്റെ കഴിവുകളുടെ മേലെ, എൻ്റെ ശക്തികളുടെ മേലെ നമുക്ക് ഫെയ്ത്ത് വരും. ഞാൻ ശാന്തസ്വരൂപമാണ്, ഞാൻ ശക്തി സ്വരൂപമാണ്, ഞാൻ സ്നേഹസ്വരൂപമാണ്, ഞാൻ സത്യസ്വരൂപമാണ്. എല്ലാ വാല്യൂസും എൻ്റെ പവറാണ്, എൻ്റെ ശക്തികളാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവും. അപ്പൊ ശാന്തിയുടെ ശക്തിയില്ലേ, അപ്പൊ ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം. ആദ്യം നമുക്ക് ആ വിശ്വാസം വേണം. ഇതിലാണ് പവർ, സൈലൻസിലാണ് പവർ. ഈ വിശ്വാസം നമുക്ക് ആദ്യം വേണം. ആ ഫെയ്ത്താണ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ് അത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് തരും. സാധാരണ രീതിയിൽ എല്ലാവരും പറയാറില്ലേ, ആത്മീയ മാർഗത്തിൽ വന്നാൽ നമ്മൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങ് ശാന്തരായി പോവില്ലേ, ശാന്തരായി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാതെ ആവില്ലേ, നമ്മൾ നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടുമുള്ള നമ്മുടെ കടമകളിൽ നമ്മൾ ഒളിച്ചോടില്ലേ, നമ്മൾ ഇനാക്റ്റീവായി പോവില്ലേ. ഈ തരത്തിലുള്ള ഒരു തെറ്റായ ധാരണ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആര് ആധ്യാത്മിക മാർഗം, ആധ്യാത്മികതയെ തന്റെ ജീവിതത്തിന്റെ അടിത്തറയിൽ വെച്ചുകൊണ്ട് തന്റെ ജീവിതമാകുന്ന കെട്ടിടം ഉയർത്തിയെടുത്തിട്ടുണ്ടോ അവരാണ് ലോകത്തില് ഏറ്റവും ഉയർന്ന നേട്ടങ്ങൾ ജീവിതത്തിന്റെ ആദ്യമധ്യ അന്ത്യം കൈവരിച്ചത്. എന്തിനു നമ്മൾ ദൂരെ എവിടെയും പോണ്ട. നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ ഗാന്ധിജി, മഹാത്മാ ഗാന്ധിജി ആയതെങ്ങനെയാണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധി ആയതിന്റെ പിന്നില് അടിത്തറ എന്താണ്, ഫൗണ്ടേഷൻ എന്താണ്? അദ്ദേഹം തന്റെ ബാഹുബലം കൊണ്ടല്ല മഹാത്മാവായത്. അദ്ദേഹം സയൻസിന്റെ ടെക്നോളജിയിൽ മിടുക്കനായതുകൊണ്ടല്ല മഹാത്മാവായത്. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല മഹാത്മാവായത്. പിന്നെയോ അദ്ദേഹത്തെ മഹാത്മാവാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തില് നിറയെ പേര് ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ ഗാന്ധിജിയാണ് രാഷ്ട്രപിതാവ് എന്നറിയപ്പെട്ടത്. രാഷ്ട്രപിതാവിന്റെ റോളിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ പവറാണ്. ആ ധാർമ്മിക ബോധം, ആധ്യാത്മിക ബോധം, സത്യതയുടെ മാർഗം, അഹിംസയുടെ മാർഗം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ആധാരമാക്കി അദ്ദേഹം വെച്ചിരുന്നത്. ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് ഫൗണ്ടേഷനിലുണ്ടായിരുന്നത് സത്യതയും അഹിംസയുമായിരുന്നു, അല്ലെ? അപ്പൊ ആ സത്യതയുടെ അഹിംസയുടെ മാർഗത്തിലൂടെ സയൻസിന്റെ മേലെ വിജയം നേടാൻ കഴിയും. കാരണം ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്നത് സയൻസിന്റെ സാമഗ്രികളാണ്, ബാഹുബലമായിരുന്നു. അവരുടെ ആ ബാഹുബലത്തില് സയൻസിന്റെ ആയുധങ്ങൾക്ക് മേലെ വിജയിച്ചത് അദ്ദേഹത്തിന്റെ സൈലൻസ് പവർ കൊണ്ടാണ്. അപ്പൊ സൈലൻസിന്റെ പവർ ഉപയോഗിച്ച് സയൻസിന്റെ പവറിന്റെ മേലെ വിജയം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ ആ സൈലൻസിന്റെ പവർ അദ്ദേഹത്തിന് ലഭിച്ചത് ആധ്യാത്മികതയുടെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ആഴ്ചയിൽ 1-2 ദിവസം കംപ്ലീറ്റ്ലി അദ്ദേഹം മൗനം ആചരിക്കുമായിരുന്നു എന്നാണ് പറയണത്. ഫുൾ കംപ്ലീറ്റ് മൗനത്തില് ബാഹ്യമായ രീതിയിലും വായികൊണ്ടുള്ള സംസാരം പോലും ഒഴിവാക്കുമായിരുന്നു എന്നാണ് പറയണത്. സൈലൻസിന്റെ പവർ സ്വയം ഫീൽ ചെയ്ത ആളാണ്. ആ സൈലൻസിന്റെ പവറിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് എഴുതിയിരുന്നതെന്നാണ് പറയുന്നത്. ആ സമയങ്ങളിൽ ആര് കാണാൻ ചെന്നിരുന്നാലും അദ്ദേഹം ഈവൻ സംസാരിക്കുക പോലും ഉണ്ടായിരുന്നില്ല പറയാം. അപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ സെൽഫ് സ്റ്റഡി അദ്ദേഹം ചെയ്തിരുന്നത്. അതേപോലെ തന്റെ ഉള്ളിൽ വന്നിരുന്ന അതിനൂതനമായ മഹത്തായ ദർശനങ്ങളെ, ആദർശങ്ങളെ രേഖപ്പെടുത്താനും ആ സമയം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. പ്രാർത്ഥനകളിൽ, വിശേഷിച്ച് പ്രാർത്ഥനകളിൽ മുഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി, സൈലൻസിന്റെ പവർ, എന്നിട്ട് ആ പവർ ഉപയോഗിച്ച് അദ്ദേഹം എത്ര അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട്, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്ത് മഹാത്മാവായി, രാഷ്ട്രപിതാവായിട്ട് മാറി. അതിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, സൈലൻസ് കൊണ്ട് ഇനാക്റ്റീവ് ആകുകയാണോ ചെയ്തത്? ശാന്തിയുടെ ശക്തിയെ എത്ര ഊർജ്ജസ്വലമാക്കിയിട്ട് സൈലൻസിന്റെ ആ പവർ സയൻസിന്റെ മേലെ വിജയം നേടാൻ സഹായിച്ചില്ലേ? അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സൈലൻസ് ഈസ് പവർ എന്നാണ് പറയുന്നത്.
പീസില്, ശാന്തിക്കുള്ളില് ശക്തിയാണ് അടങ്ങിയിരിക്കുന്നത്. ശാന്തി എന്ന് പറയുന്ന ഒരു ഗുണമാണ്. പക്ഷെ ആ ഗുണം എന്ന് പറയുന്നത് പവറാണ്. സൈലൻസിൽ അടങ്ങിയിട്ടുള്ളത് ശക്തിയാണ്. പീസിലുള്ളത്, ശാന്തിയിലുള്ളത് ശരിക്കും പവറാണ്, ശക്തിയാണ്. അല്ലാതെ ശാന്തി എന്ന് പറയുന്നത് നമ്മളെ ഇനാക്റ്റീവാക്കി മാറ്റുക എന്നുള്ളതല്ല. ശാന്തത എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നതിന്റെ പേരല്ല സൈലൻസ് എന്ന് പറയുന്നത്. വായ്കൊണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനെ മൗനം എന്ന് നമ്മൾ പറയും. പക്ഷെ പീസ് എന്ന് പറഞ്ഞാൽ വായ്കൊണ്ട് മിണ്ടാതിരിക്കുന്നതിന്റെ പേരല്ലല്ലോ പീസ് എന്ന് പറയുന്നത്. പീസ്ഫുൾ സ്റ്റേജ്, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. നമ്മുടെ മനസ്സ് ആ പീസ്ഫുൾ അവസ്ഥയിലേക്ക് പോകുമ്പോൾ മനസ്സിന്റെ, ആത്മാവിൻ്റെ ഉള്ളിലെ മാക്സിമം പൊട്ടൻഷ്യലിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയാണ്. നമ്മളുടെ ആന്തരികമായ ശക്തികളുടെ മുഴുവൻ വികാസമാണ് അവിടെ നടക്കുന്നത്. എപ്പോഴാണോ നമ്മൾ പീസ്ഫുൾ ആകുന്നത്, സൈലൻസിലേക്ക് പോകുന്നത്, മൈൻഡ് പീസ്ഫുൾ ആകുന്ന സമയത്ത് ഞാൻ ശാന്തമായ ശക്തിയാണ്, ആത്മാവാണ്, ആ സ്മൃതി ഉണരുന്നതോടുകൂടി നമ്മുടെ ആന്തരികമായ ശക്തികളുടെ പൂർണ്ണമായ വികാസമാണ് നടക്കുന്നത്. അതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിൽ അതാണ് നടക്കണം. നമ്മൾ നമ്മളിലേക്ക് റിട്ടേൺ ജേർണിയാണ്. സാധാരണഗതിയിൽ നമ്മൾ ബഹിർമുഖിയാകുക ചെയ്യുക. പക്ഷേ മെഡിറ്റേഷനിൽ നമ്മൾ അന്തർമുഖിയാകുമ്പോൾ, നമ്മൾ നമ്മളിലേക്ക് തിരിയുമ്പോൾ ആഴത്തിലുള്ള ശാന്തിയുടെ ശക്തി നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ ഇപ്പം നമ്മൾ എവിടെ നിൽക്കണേ? കടലിന്റെ മുകളിലെ അലകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ അലയടിക്കുകയാണ് നമ്മൾ. സാധാരണ കടലിൽ നമുക്കറിയില്ലേ, പുറമേ നിന്ന് നോക്കുമ്പോൾ ആ കടലിന്റെ മുകളിലെ തിരമാലകൾ എത്ര പ്രക്ഷുബ്ധമാണ് ചില സമയത്ത് കടലിലെ തിരമാല. പക്ഷെ അത് കണ്ടിട്ട് നമുക്ക് കടലിനെ വിലയിരുത്താൻ ഒരിക്കലും പറ്റൂ. ചില സമയത്ത് കൊടുങ്കാറ്റുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അലകൾ പ്രക്ഷുബ്ധമായിട്ട് വരുമ്പോൾ കടലെന്ന് പറഞ്ഞാൽ സദാ പ്രക്ഷുബ്ധമാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് തിരമാലകൾ തന്നെ വളരെ ശാന്തമായിരിക്കും, അല്ലേ? മുകൾ പരപ്പില് ചില സമയത്ത് മുകൾ പരപ്പ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നമുക്ക് കടലിനെ ക്ഷോഭിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതെല്ലാം കടലിന്റെ മുകൾ പരപ്പിലെ പ്രതിഭാസങ്ങൾ മാത്രമാണ്. പക്ഷെ ആഴക്കടലിനെ കുറിച്ച് എന്താ പറയണേ? കടലിന്റെ ആഴം അടുത്തിട്ട് അതീവ ശാന്തമാണെന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ശാന്തത അതേപോലെ തന്നെയാണ് നമ്മുടെയും ഓരോരുത്തരുടെയും മനസ്സ്. നമ്മുടെ മനസ്സിന്റെ ഉപരിതലത്തിൽ ഇപ്പം നമ്മൾക്ക് തോന്നും ഞാൻ ടെൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ ദുഃഖം, പ്രശ്നങ്ങള്, ആ പ്രശ്നം ഈ പ്രശ്നം, പലതരത്തിലുള്ള വിചാര വികാരങ്ങളുടെ മനസ്സിന്റെ ഉപരിതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടെൻസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളെ അസ്വസ്ഥമാക്കണോ, ക്രോധത്തിന്റെ സാഹചര്യങ്ങൾ നമ്മളെ ക്ഷോഭിതനാക്കി മാറ്റണോ. പക്ഷേ സുഖത്തിന്റെ, സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു, സ്വസ്ഥമാകണം. ഇതെല്ലാം കടലിന്റെ മനസ്സാകുന്ന കടലിന്റെ മുകൾ പരപ്പിലെ അലകൾ മാത്രമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ആധ്യാത്മിക ജ്ഞാനം, രാജയോഗ ധ്യാനത്തിലൂടെ സർവശക്തിവാനായ പരമാത്മാ, ആ ടീച്ചർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് ഞാൻ ആത്മാവാണ്. ആ അകക്കണ്ണ് തുറക്കുന്നതോടെ, നമ്മുടെ ഈ മൂന്നാം കണ്ണ് തുറക്കുന്നതോടുകൂടി നമുക്ക് ആഴക്കടലിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുകയാണ്. നമ്മുടെ മനസ്സിന്റെ, അതായത് ഞാൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആത്മാവായ എൻ്റെ ഉള്ളിലുള്ളത്, അതായത് ഞാൻ ആത്മാവ് ശാന്തമാണ്, ശാന്തിയാണ് എൻ്റെ ആഴക്കടലിലുള്ളത്. ബാക്കി ഇപ്പോൾ നമ്മൾ കാണുന്ന ഞാൻ എന്നെക്കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള, എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള എൻ്റെ ഭാവം അല്ലെങ്കിൽ എൻ്റെ ഭാവപ്രകടനങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ പ്രതിയുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം പുറമേ കാണുന്ന എൻ്റെ വ്യക്തിത്വത്തിന്റെ പ്രകടനങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ വ്യക്തിത്വം, റിയൽ ഒറിജിനാലിറ്റി, നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ എന്ന് പറയുന്നത് ശരിക്കും ആത്മാവ് ശാന്തമാണ്. ശാന്തിയാണ് ആത്മാവിന്റെ ഏറ്റവും വലിയ ശക്തി. ശാന്തിയുടെ ശക്തിയിൽ യഥാർത്ഥ സുഖം നമുക്ക് ഫീൽ ചെയ്യും. അതാണ് മെഡിറ്റേഷനിൽ നമ്മൾ അനുഭവിക്കുന്നത്. രാജയോഗ ധ്യാനം ശാന്തിയുടെ ശക്തിയെയും ശാന്തിയിൽ അടങ്ങിയിരിക്കുന്ന സുഖത്തിന്റെയും ഫീലിംഗ് നമുക്ക് തരും. കാരണം ജീവിതത്തിൽ ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്, സുഖം, ശാന്തി, പീസ് ആൻഡ് ഹാപ്പിനെസ്. എല്ലാവരോടും ചോദിച്ചു നോക്കൂ, എന്തിനാ രാവിലെ മുതൽ നെട്ടോട്ടം ഓടണേ? നമ്മളെല്ലാവരും ഓട്ടത്തില്ല. ആരോടും ചോദിച്ചാൽ ആർക്കും ഒന്നിനും സമയമില്ല, അല്ലേ? മിക്കവാറും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലപ്പോഴും ഇങ്ങനെ മെഡിറ്റേഷൻ ക്ലാസ്സുകളുണ്ട്, വരൂ കേൾക്കാം, അല്ലെ അവയർനെസ് ക്ലാസ്സസ് ഉണ്ട്. എല്ലാവരും ആദ്യം എന്താ പറയാ, സിസ്റ്റർ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയാ സമയം, തിരക്ക് പിടിച്ച് ഓടുകയല്ലേ, ഒന്നിനും സമയമില്ല.
ഒന്നിനും സമയമില്ല. പക്ഷെ ടെൻഷനും പ്രശ്നങ്ങളും കൊണ്ടുവന്ന് പറയുന്ന സമയത്ത് ശരി, ടെൻഷൻ മാറാൻ നമുക്ക് ഇതൊരു മാർഗമുണ്ട്, അത് ഉപയോഗിക്കാൻ പോലും നമുക്ക് സമയമില്ല. അതിനെക്കുറിച്ച് അറിയാൻ, മനസ്സിലാക്കാൻ, അതിനുവേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കാൻ പോലും സമയമില്ലാത്ത നെട്ടോട്ടത്തിലാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത, ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ഈ ജ്ഞാനം നമുക്ക് ഫീൽ ചെയ്യണത്, അനുഭവമാകണത്. കാരണം ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് തിയറിയാണ്, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രാക്ടിക്കലാണ്. അപ്പം ജ്ഞാനമാകുന്ന തിയറി നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവം ചെയ്യുക. ആ എക്സ്പെരിമെൻ്റാണ് മെഡിറ്റേഷനിൽ നടക്കണം. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫീലിങ്സ്, അനുഭൂതികൾ. അതുകൊണ്ട് ശാന്തിയിൽ സുഖവും നമുക്ക് കണ്ടെത്താൻ കഴിയും, ശാന്തിയിൽ ശക്തിയും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ശാന്തിയുടെ സുഖം, ശാന്തിയുടെ ശക്തി, അത് നമുക്ക് ഫീൽ ചെയ്യാൻ രാജയോഗ ധ്യാനം നമ്മളെ സഹായിക്കണം. അപ്പം നമുക്ക് ജീവിതത്തിൽ ബാക്കി നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള സുഖം ഇന്ന് തേടിക്കൊണ്ടിരിക്കണോ, നാവിൻ്റെ ടേസ്റ്റിലൂടെയോ, കാതിനിമ്പം പകരുന്ന കാര്യം ആ കർണരസത്തിലൂടെയോ, ഇവൻ നമ്മുടെ ബാഹ്യ ഇന്ദ്രിയങ്ങളിലൂടെ എവിടുന്നെല്ലാം നമ്മൾ സുഖം എടുത്തുകൊണ്ടിരിക്കണമെന്ന് ഉണ്ടോ ഇന്ന്, ശാന്തി തേടിക്കൊണ്ടിരിക്കണുണ്ടോ എന്ന് നമുക്ക് അതെല്ലാം നമുക്ക് അറിയുന്നുണ്ട്. അല്പസമയത്തേക്കേ ഉള്ളൂ, സദാകാലത്തേക്ക് അതിന് നിലനിർത്താൻ പറ്റണില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ നമുക്ക് പുറത്ത് എവിടെയും അലയാതെ, യാതൊരു ചെലവുമില്ലാതെ, യാതൊരു കഷ്ടതയില്ലാതെ, യാതൊരു ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, ഒരു കൊച്ചുകുട്ടിക്കും ഒരു വൃദ്ധനും ഒരു യുവാവിനും ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്കും പരിശീലിക്കാൻ കഴിയുന്ന ഒന്നാണ് രാജയോഗ ധ്യാനം. ഇതിൻ്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇതിൻ്റെ ബെനിഫിറ്റ് അവരവരുടെ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന രാജയോഗ ധ്യാനത്തിലൂടെ തൻ്റെ ജീവിതത്തെ സർവശ്രേഷ്ഠമാക്കി മാറ്റാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ മുഴുവൻ വിശ്വവിദ്യാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ദാദി രാജയോഗിനി ദാദി ജാനകിജി. ദാദിജിക്ക് ഇന്ന് 96 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാദിജിയെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ദാദിജിയെ എനിക്ക് പേഴ്സണലായിട്ട് വളരെ അടുത്ത് കാണാനും ഇടപഴകാനുമുള്ള ഭാഗ്യം സർവശക്തിവാന ഈശ്വരൻ തന്നിരുന്നു. അപ്പം അതുകൊണ്ട് ധാരാളം പേഴ്സണൽ മീറ്റിംഗ്സിനുള്ള അവസരങ്ങൾ എല്ലാ വർഷവും കിട്ടാറുണ്ട്. ദാദിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 96 ഓൾഡ് 96 വയസ്സുകാരിയാണ് ദാദിജി എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം അത്രയധികം ആക്റ്റീവാണ്. 96 വയസ്സുള്ള ഒരാൾ നടക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ സംസാരിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ ശബ്ദത്തെക്കുറിച്ച്, അവരുടെ കാഴ്ചയെക്കുറിച്ച് എല്ലാം നമ്മുടെ മനസ്സിലൊരു മുൻധാരണയുണ്ട് അല്ലേ. അപ്പം ദാദിജിയുടെ കാഴ്ചയുടെ പവർ, അതേപോലെ ദാദിജിയുടെ കേൾവിയുടെ പവർ, ദാദിജിയുടെ ഓരോ അംഗങ്ങൾ ഇത്ര ആക്റ്റീവാണ്. എനിക്കറിയാം ഇന്ന് നമ്മൾ നടക്കുന്നതിനേക്കാളും സ്പീഡിൽ ദാദിജിക്ക് നടക്കാൻ പറ്റും. നമ്മുടെ ശബ്ദത്തിനേക്കാളും ഗാംഭീര്യതയും ചുറുചുറുക്കും ദാദിജിയുടെ ശബ്ദങ്ങൾക്ക്. ഓരോ ഇന്ദ്രിയങ്ങളും ഇത്രയും പവർഫുള്ളാണ്. മനസ്സിൻ്റെ പവർ ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും പവർഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദാദിജിയെ ഒരിക്കലും വിദേശത്ത് ഇറ്റലിയിലൊരു യൂണിവേഴ്സിറ്റി ടെസ്റ്റിങ്ങിന് വിധേയമാക്കിയിട്ട് ശാസ്ത്രലോകം ദാദിജിയെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ദാദിജിക്ക് കൊടുത്ത വിശേഷ പദവിയാണ് ദി മോസ്റ്റ് സ്റ്റേബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ മനസ്സിനുടമ. പലരുടെയും ടെസ്റ്റ് ചെയ്തു. ദാദിജി എല്ലാ തരത്തിലും അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിനുശേഷം നൽകിയ പദവിയാണത്. ദ മോസ്റ്റ് സ്റ്റേബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റി ഇൻ ദ വേൾഡ്. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തിശാലിയായ മനസ്സിൻ്റെ ഉടമ. ആ ശക്തി, ആ പവർ, അതാണ് രാജയോഗ ധ്യാനത്തിലൂടെ, മെഡിറ്റേഷനിലൂടെ നേടിയെടുത്തത്. അപ്പം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നമ്മളെ പവർഫുൾ ആക്കുകയാണ് ചെയ്യണത്. ഒരിക്കലും നമ്മളെ ഇനാക്റ്റീവ് ആക്കി മാറ്റുകയല്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ശരിക്കും ശാന്തി എന്ന് പറഞ്ഞാൽ, സൈലൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള ചിത്രം ഡിഫറെൻ്റ് ആണ്. അജ്ഞാനമാണ് അതല്ല. സൈലൻസ് മീൻസ് മിണ്ടാതിരിക്കുക, ഒരു മൂലയിൽ പോയിരിക്കുക, ഭഗവാനെ പറഞ്ഞ് നാമം ജീവിച്ചുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, അങ്ങനെയല്ല. ദാദിജി എനിക്കറിയാം ഇന്ന് ഒരു ദിവസത്തിൽ 20 മണിക്കൂർ വർക്ക് ചെയ്യും.
20 മണിക്കൂർ ഈ പ്രായത്തിൽ 4 hours മാത്രമേ ബാക്കി തൻ്റെ പേഴ്സണൽ റെസ്റ്റിനും കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. 20 മണിക്കൂറോളം വർക്ക് ചെയ്യാറുണ്ട്. ദാദിജിക്ക് ഒപ്പം മറ്റാർക്കും ഇത്രയും സമയം ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും പവർഫുള്ളാണ്. അപ്പം അത് മനസ്സിന്റെ ശക്തിയാണ്, ആത്മാവിന്റെ ബലമാണ്. പരമാത്മ ശക്തിയെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദാദിജി എപ്പോഴും പറയും, ഞാനല്ല ചെയ്യിപ്പിക്കുന്ന ആളെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. എവിടുന്നാ ദാദിജിക്ക് ഇത്രയും പവർ കിട്ടണം, ഇത്രയും ശക്തി കിട്ടണമെന്ന് ചോദിക്കാറുണ്ട്. ദാദി പറഞ്ഞ കറണ്ട് പവർ ഹൗസ് എന്നാണ് വരുന്നത്. പവർ ഹൗസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജോലി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ബാക്കി ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിക്കുന്നു, ഞാൻ ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അപ്പോൾ സർവശക്തിവാനുമായിട്ടുള്ള കണക്ഷനിലൂടെ നമ്മളിലേക്ക് ആ കറണ്ട് വരുമ്പോൾ നമ്മളുടെ ആത്മാവിൽ നിറയുന്ന ആ കറണ്ട്, ആ ഊർജം, ആ ശക്തികൾ നമ്മുടെ ഓരോരോ ഇന്ദ്രിയങ്ങൾക്കും തീർച്ചയായിട്ടും കൂടുതൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആക്റ്റീവാക്കാനേ സഹായിക്കുള്ളൂ. അതാണ് രാജയോഗ ധ്യാനം നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റുമ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഇത് നമ്മളെ ഇനാക്റ്റീവ് ആക്കും, അല്ലെങ്കിൽ കടമകളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടും. കടമകൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുക ചെയ്യുക. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും പെർഫെക്ഷൻ നമ്മളിലേക്ക് കൂടുതൽ വരും. കൂടുതൽ നമ്മൾ അലർട്ടാകും, ആക്റ്റീവാകും. പെർസെൻറ്റേജ് അവശ്യം ഉയരുകയേ ചെയ്യുള്ളൂ. ഒരിക്കലും കടമകളിൽ നിന്ന് ഒളിച്ചോടുകയല്ല. കടമകൾ ഏറ്റവും പവർഫുള്ളായിട്ട് നമ്മൾ നിർവഹിക്കാൻ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള മനസ്സിന്റെ ഉടമയാണ് ദാദി ജാൻകിജി. ബ്രഹ്മകുമാരീസിന്റെ ആഗോള അധ്യക്ഷയായ ദാദിജി ഇത്രയും ശക്തമായ മനസ്സുണ്ടാക്കിയെടുത്തത് ചെറുപ്രായം മുതലേയുള്ള രാജയോഗ പരിശീലനത്തിലൂടെയാണ്. യോഗത്തിന്റെ പ്രയോഗം ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് ദാദിജി ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. ഇനി നമുക്കും നമ്മുടെ മനസ്സിന്റെ ചിന്താ തരംഗങ്ങളെ ശുഭവും ശക്തവുമാക്കി മാറ്റുന്നതിന് പരിശ്രമിക്കാം. ചിന്തകൾ സഞ്ചരിക്കുന്ന ഊർജ തരംഗങ്ങളാണ്. ചിന്തിക്കുന്ന നിമിഷം തന്നെ ആ ചിന്ത നമുക്ക് ചുറ്റും ഊർജ തരംഗങ്ങളായി സഞ്ചരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ സങ്കല്പ ശക്തിയെ എങ്ങനെ സദുപയോഗം ചെയ്യാം? വരൂ, ഇന്നത്തെ പ്രയോഗശാലയിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിചാരം ചെയ്യാം. ഇന്ന് നമ്മൾ വിശേഷിച്ചും സങ്കല്പശക്തിയുടെ സങ്കല്പത്തിൽ എത്രത്തോളം ശക്തി അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ തോട്ടിൽ എത്ര പവറുണ്ട്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശേഷിച്ച് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ വിശേഷ അഭ്യാസത്തിലും നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ സങ്കല്പങ്ങളുടെ ഊർജത്തെ എങ്ങനെ കാര്യങ്ങളിൽ പ്രയോഗിക്കാം, ഈ ഒരു വിശേഷ എക്സ്പെരിമെൻ്റ് ഇന്ന് നാം എല്ലാവരും ചെയ്യണം. പ്രത്യേകിച്ചും പോസിറ്റീവ് സങ്കല്പങ്ങൾക്ക് എത്ര പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിയും എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം കോൺഫിഡൻസ് നമുക്കേ ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആരോടൊപ്പം ഉള്ളത് വഷളായിട്ടിരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു സംഭവത്തെ പ്രതി ഒരു പിരിമുറുക്കത്തിൽ ഏതെങ്കിലും ഒരു സംഭവം അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു റിലാക്സേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അഥവാ അതിനൊരു സൊല്യൂഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പക്ഷെ നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന പല സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവും, പല റിലേഷൻഷിപ്പിലുണ്ടാവും, ചില സംഭവങ്ങളായിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് അങ്ങനെ ഏത് വ്യക്തികളോടൊപ്പമാണോ നമുക്ക് ഒരു വിശേഷ ഉരസലിൻ്റെ അല്ലെങ്കിൽ ബന്ധം കുറച്ച് വഷളായിരിക്കണം, അവരെ പ്രതി ഉള്ള ശുഭസങ്കല്പം ഇന്നു മുതൽ അവരെ പ്രതി നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് തോട്ട്, പോസിറ്റീവ് എനർജി നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളുടെ മനസ്സിൽ അവർക്ക് നമ്മളെ പ്രതിയുള്ള ഭാവന എന്തോ ആയിക്കോട്ടെ, അവർ നമ്മളെങ്ങനെ കണ്ടാലും എങ്ങനെ പറഞ്ഞാലും, ഒരുപക്ഷെ നമ്മുടെ കാതിൽ വരികയാണ് നമ്മളെക്കുറിച്ച് ഇന്നാൾ വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ പോലും നമുക്ക് അവരെ പ്രതിയുള്ള ഭാവന ശുദ്ധമാക്കി ശുഭമാക്കി പവർഫുള്ളാക്കി വെക്കുക. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകും, അവർക്ക് സദ്ബുദ്ധി ഉണ്ടാകും, അവർക്ക് സത്യത മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലുള്ള ശുഭഭാവനകൾ അവർ നല്ല രീതിയിൽ നല്ല ആ ഒരു ചിന്താഗതിയിലേക്ക് തിരിച്ചു വരും. അപ്പം ആ രീതിയിലുള്ള ശുഭഭാവനയുടെ ഒരു പ്രവാഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുതൽ ആ പ്രവാഹം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് തരുമോ എന്ന് ചോദിച്ചാൽ ചിലത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരും. പക്ഷേ ചിലരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നമ്മുടെ
കാർമിക് അക്കൗണ്ട്സിന് എത്ര ഡെപ്ത് ഉണ്ടോ അതിനനുസരിച്ച് ചിലപ്പോൾ സമയത്തിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഗ്യാരണ്ടിയാണ് മാറ്റം ഉണ്ടാവും, തിരിച്ചറിവുണ്ടാവും, റിയലൈസേഷൻസ് ഉണ്ടാവും. ആ റിയലൈസേഷൻ അവരിൽ പരിവർത്തനം തീർച്ചയായിട്ടും കൊണ്ടുവരും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യാതൊരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷൻഡായിട്ട് നമ്മൾ ശുഭഭാവന, പോസിറ്റീവ് തോട്ട് വയ്ക്കുക. ഇന്നു മുതൽ അത് പരീക്ഷിച്ച് നോക്കൂ. പ്രത്യേകിച്ചും ഏതൊരാളോടൊപ്പമാണോ, പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അവശ്യം ഉണ്ടാകുമല്ലോ നമുക്കൊരു ശത്രുതയോ, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടൊരു ശത്രുതയോ. ചിലപ്പോൾ നമുക്ക് അവരോട് ഉണ്ടാകണമെന്നില്ല, ചിലർക്ക് നമ്മളോട് ഇങ്ങോട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഈ ജന്മം ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എന്നിട്ട് നോക്കൂ അവർക്ക് എന്നോട് ഇങ്ങനെയാണ്, അവരെന്നോട് ഇങ്ങനെ ചെയ്തു. ചിലപ്പോൾ ഏതെങ്കിലും പൂർവ്വജന്മത്തിൻ്റെ കണക്കുകളാകാം. പക്ഷെ അവരെ പ്രതിയുള്ള ഒരു പോസിറ്റീവ് തോട്ട് നമ്മൾ വെച്ചുകൊണ്ടേ പോക്കുക. ഇന്നു മുതൽ ആ ഒരു പരീക്ഷണം അവനവൻ്റെ ജീവിതത്തിൽ സ്വയം ചെയ്തു നോക്കൂ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് സ്വയം പരിശോധിക്കും. മന്മത്ത്, പരമത്ത്, ശ്രീമത്ത് എന്നിങ്ങനെ അഭിപ്രായങ്ങൾ പലതുണ്ട്. അവനവന് ഉചിതമെന്ന രീതിയിൽ ജീവിക്കുന്നവർ മന്മത്താണ് പാലിക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ജീവിക്കുന്നവർ പരമത്താണ് അനുസരിക്കുന്നത് എന്ന് പറയാം. ഈശ്വരൻ നൽകുന്ന സർവശ്രേഷ്ഠമായ മതമാണ് ശ്രീമതം. അതനുസരിച്ച് ജീവിക്കുന്നവർ സൗഭാഗ്യശാലികളായി തീരുമെന്ന് ഈശ്വരൻ ഉറപ്പു നൽകുന്നു. ഇനി ഇന്നത്തെ ശ്രീമതം. ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ശുഭവും ശാന്തവുമായ ചിന്തകളെ കൊണ്ട് മനസ്സിനെ പോഷിപ്പിക്കുവാൻ പ്രതിജ്ഞയെടുക്കാം. നിങ്ങളുടെ ആത്മീയ പുരോഗതികളും വിചാരധാരകളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.